എല്ലാവർക്കും നമസ്കാരം. തിരുവോണ നാളിൽ മഹാബലിയുടെ കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ നിങ്ങളോട് പാലാഴി മഥനത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? ഇന്ന് നമുക്ക് പാലാഴി മഥനത്തിൻ്റെ കഥ കേൾക്കാം. പണ്ട് ദുർവാസാവ് മഹർഷി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു ദുർവാസാവ് മഹർഷി. പെട്ടെന്ന് ഇഷ്ടവും വരും, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുൻപിൻ നോക്കാതെ ശപിക്കുക എന്നത് ദുർവാസാവ് മഹർഷിയുടെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷിയോട് ഇടപഴകുമ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ദുർവാസാവ് മഹർഷി കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ദേവലോകത്തെ അപ്സരസായ മേനക കയ്യിൽ അതിസുന്ദരമായ ഒരു മാലയുമായി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൽപ്പവൃക്ഷത്തിൻ്റെ പൂവുകൾ കൊണ്ട് നിർമ്മിച്ച മാലയായിരുന്നു അത്. നല്ല സുഗന്ധമുള്ള മാലയായിരുന്നു. ദുർവാസാവ് മഹർഷിക്ക് ആ മാല കണ്ടപ്പോൾ അത് ലഭിക്കുവാനൊരാഗ്രഹം തോന്നി. അദ്ദേഹം അത് മേനകയോട് ചോദിക്കുകയും ചെയ്തു. മേനക വളരെയധികം സന്തോഷത്തോടുകൂടി ആ മാല ദുർവാസാവ് മഹർഷിക്ക് സമ്മാനിച്ചു. മാലയുമായി ദുർവാസാവ് മഹർഷി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദേവേന്ദ്രൻ എതിരെ വരുന്നത് കണ്ടു. ദേവേന്ദ്രൻ തൻ്റെ ആനയുടെ പുറത്ത് വരുന്നത് കണ്ട് ദുർവാസാവ് മഹർഷി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മാല ദേവേന്ദ്രന് സമ്മാനമായി നൽകി. നല്ല സുഗന്ധമുള്ള മാലയാണ്. ദേവേന്ദ്രൻ എന്ത് കരുതി? അത് തൻ്റെ തലയിലണിയാം. അപ്പോൾ മാല ആനയുടെ മസ്തകത്തിൽ വെച്ച് ദേവേന്ദ്രൻ തൻ്റെ മുടി മാടി ഒതുക്കി കെട്ടുവാൻ തുടങ്ങി. നല്ല മണമുള്ള പൂക്കളാണല്ലോ. ആ മണം കേട്ട് ഒരുപാട് വണ്ടുകളും തേനീച്ചകളുമെല്ലാം ആ മാലയുടെ അടുത്തേക്ക് പറന്നു വന്നു. അപ്പോൾ ആനയെ സംബന്ധിച്ച് അതൊരു ശല്യമായി മാറി. കാരണം ഈ വണ്ടുകളും തേനീച്ചയൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ ആനയുടെ കണ്ണിൻ്റെ അടുത്ത് കൂടിയല്ലേ അവരിങ്ങനെ പറക്കുന്നത്. ആന എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ പൂമാല അങ്ങ് വലിച്ച് താഴെയിട്ട്, തുമ്പിക്കൈക്കൊണ്ട് തൻ്റെ മസ്തകത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് അതങ്ങ് ചവിട്ടി അരച്ചു. കണ്ട ദുർവാസാവ് മഹർഷിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അതിപ്പോൾ കാര്യം നമുക്കായാലും ദേഷ്യം തോന്നും. കാരണം നമ്മൾ ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ആൾ ആ സമ്മാനം കേടാക്കിയാൽ നമുക്ക് വിഷമം വരില്ലേ? ദുർവാസാവ് മഹർഷിക്ക് വിഷമമല്ല, ദുർവാസാവ് മഹർഷിക്ക് ഭയങ്കര ദേഷ്യമാണ് വന്നത്. ഉടനെ തന്നെ ദുർവാസാവ് മഹർഷി എന്തു പറഞ്ഞു? നീ എന്നെ അനാദരിച്ചു, അല്ലയോ ദേവേന്ദ്ര, നീ എന്നെ അനാദരിച്ചു. അതുകൊണ്ട് നീയും നിൻ്റെ ദേവലോകവും ക്ഷയിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ദേവേന്ദ്രന് ആകെ വിഷമമായി. കാരണം ദേവേന്ദ്രന് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ആന അത് പെട്ടെന്നെടുത്ത് നിലത്തിട്ട് ചവിട്ടുമെന്ന് ഒരിക്കൽ പോലും ദേവേന്ദ്രൻ പ്രതീക്ഷിച്ചിട്ടില്ല. ദേവേന്ദ്രൻ വേഗം തന്നെ ആനയുടെ പുറത്തു നിന്നിറങ്ങി ദുർവാസാവ് മഹർഷിയുടെ അടുത്ത് വന്ന് തൊഴുതു പറഞ്ഞു, അല്ലയോ മഹർഷേ, ഞാൻ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല. ഞാൻ ഒരിക്കലും ആന അതങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഞാൻ എൻ്റെ മുടി മാടി ഒതുക്കുവാനായി മാത്രമാണ് ആ മസ്തകത്തിൽ ആ മാല വെച്ചത്. അങ്ങ് ദയവായി ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും അങ്ങയോട് ഒരു അനാദരവ് കാണിച്ചിട്ടില്ല. അങ്ങ് ദയവായി ഞങ്ങളെ ശാപത്തിൽ നിന്ന് മുക്തമാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ദുർവാസാവ് മഹർഷി എന്തു പറഞ്ഞു? ഞാൻ ശപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ശാപത്തിൽ നിന്ന് ഒരാളെയും ഞാൻ മുക്തരാക്കാറില്ല. നിങ്ങളത് അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി. ദേവേന്ദ്രന് വല്ലാതെ സങ്കടമായി. കാരണം താനൊരു തെറ്റ് ചെയ്തിട്ടാണ് ഒരു ശാപം കിട്ടിയതെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇത് താൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും വളരെയധികം വിഷമത്തോടുകൂടി ദേവേന്ദ്രൻ തൻ്റെ സ്വദേശമായിട്ടുള്ള അമരാവതിയിലേക്ക് തിരിച്ചുപോയി. ഓരോ ദിവസം കഴിയും തോറും ദേവലോകത്തിന് നാശം സംഭവിക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളും ചെടികളുമൊക്കെ കരിയാൻ തുടങ്ങി. ദേവന്മാരുടെ ആരോഗ്യം കുറഞ്ഞു. ജരാനരകൾ ബാധിക്കാൻ തുടങ്ങി. ദേവന്മാർക്ക് ദുർവാസാവിൻ്റെ ശാപം കിട്ടിയെന്നും അവരുടെ ശക്തിയെല്ലാം കുറയാൻ തുടങ്ങിയെന്നും പറഞ്ഞ അസുരന്മാരെന്ത് ചെയ്തു? അവർ ഇടയ്ക്കിടെ ദേവലോകത്ത് ചെന്ന് അവരെ ആക്രമിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്ക് വല്ലാത്ത വിഷമായി. കാരണം എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ എന്നവർ തീരുമാനിച്ചു. അവരങ്ങനെ എല്ലാവരും കൂടെ ത്രിമൂർത്തികളിലൊന്നായ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് എന്തു പറഞ്ഞു? അയ്യോ, ദുർവാസാവിൻ്റെ ശാപമാണ്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെന്ന് മഹാവിഷ്ണുവിനെ കാണാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി തങ്ങളുടെ സങ്കടം പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, പേടിക്കണ്ട, നമുക്കതിനുള്ളൊരു വഴിയുണ്ട്. ഞാൻ ആ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളതുപോലെ ചെയ്താൽ മതി. പാലാഴി എന്ന് പറയുന്ന കടൽ നിങ്ങൾ കടയണം. അതിൽ നിന്ന് ഉയർന്നു വരുന്ന അമൃത് കഴിച്ചാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. നിങ്ങൾ വീണ്ടും പഴയതുപോലെ യുവാക്കളായി മാറി ഒരിക്കലും മരണമില്ലാത്തവരായി നിങ്ങൾ മാറുമെന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിക്കും, പാലാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽക്കടൽ, ഒരു കടലൊക്കെ കടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല.
നമ്മളൊരു പാത്രത്തിലൊരു വെള്ളം എടുത്തോ അല്ലെങ്കിൽ മോരെടുത്തോ തൈരെടുത്തോ കടയുമ്പോൾ നമുക്കൊരു കോലുകൊണ്ട് അതിനെ കടയാം. പക്ഷേ ഇത് ഇത്രയും വലിയൊരു കടൽ കടയുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ എന്ത് പറയുന്നറിയോ മഹാവിഷ്ണു? നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന് ആദ്യം തന്നെ പാലാഴി കൊണ്ടിടുക. അതിനുശേഷം മന്ദരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പരാജാവിനെ കയറായും ഉപയോഗിച്ചുകൊണ്ട് വേണം പാലാഴി കടയാൻ. അപ്പോൾ ദേവന്മാർക്ക് വീണ്ടും സംശയം. ദേവന്മാർക്കാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യമൊക്കെ കുറഞ്ഞിരിക്കുക, ഞങ്ങളെക്കൊണ്ട് സാധിക്കുമോ ഈ ഒരു പർവ്വതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട്? അപ്പോൾ മഹാവിഷ്ണു പറയും, സാധിക്കില്ല, നിങ്ങളെക്കൊണ്ട് മാത്രം ഒരിക്കലും സാധിക്കില്ല. വാസുകീനെ ഒരു ഭാഗത്ത് നിങ്ങൾ പിടിക്കുക, മറുഭാഗത്ത് അസുരന്മാരെ കൊണ്ട് പിടിപ്പിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മഹാമേരു പർവ്വതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് കടയാൻ സാധിക്കൂ. അപ്പോൾ ഇവർ ചോദിക്കും, അതിപ്പോൾ എങ്ങനെയാണ് അസുരന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക? അസുരന്മാർ നമ്മുടെ ശത്രുക്കളാണ്. പോരാത്തതിന് അമൃത് കിട്ടിക്കഴിഞ്ഞാൽ അമൃത് എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ മരണമില്ലാത്തവരായി മാറില്ലേ? അവരൊരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നവരല്ലേ? അവർക്ക് മരണമില്ലാണ്ടായി കഴിഞ്ഞാൽ അത് അപകടമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മഹാവിഷ്ണു എന്തു പറയും? അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ അസുരന്മാരെ പോയി കണ്ട് പാലാഴി മഥനത്തിൽ അവരോട് പങ്കാളികളാവാൻ പറയുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. അവരുടെ കയ്യിൽ അമൃതം കിട്ടാതെ നോക്കാനുള്ള വഴികൾ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറയും. അങ്ങനെ ദേവന്മാർ പതുക്കെ സന്ധി സംഭാഷണത്തിനായി അസുരന്മാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഞങ്ങൾ പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പാലാഴി കടയാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അമൃത് കിട്ടുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്കും ഒരു പങ്ക് തരാമെന്ന് പറയും. അപ്പോൾ അസുരന്മാർക്ക് നല്ല സന്തോഷമായി. ഇത്രകാലം നമ്മളുടെ ശത്രുക്കളായിട്ട് ഇരുന്ന ദേവന്മാരിതാ ഒരു സഹായം വേണ്ടി വന്നപ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ അമൃത് കുറച്ച് തരാമെന്ന് പറയണു. അപ്പോൾ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം ഇല്ലാണ്ടാവും എന്നൊക്കെ അറിഞ്ഞപ്പോൾ അസുരന്മാർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ ചെന്നു. അങ്ങനെ സാക്ഷാൽ മഹാമേരു പർവ്വതത്തിൽ ഇങ്ങനെ വാസുകി സർപ്പത്തിനെ ഇങ്ങനെ ചുറ്റി വയ്ക്കും, കയറ് പോലെ ചുറ്റി വെച്ച്. വാസുകി സർപ്പത്തിൻ്റെ വാൽഭാഗത്താണ് ദേവന്മാർ പിടിക്കുക, തലഭാഗത്ത് അസുരന്മാർ പിടിച്ച് രണ്ട് വശത്തേക്കും ഒരു ഭാഗത്തേക്ക് ഒരു കൂട്ടരി വലിക്കും, അടുത്ത ഭാഗത്തേക്ക് ഒരു കൂട്ടരി വലിക്കും. അങ്ങനെ 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 ആ പർവ്വതത്തിനെ കൊണ്ട് ഇങ്ങനെ ഇളക്കി 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 ആ കടലിലെ വെള്ളം ഇങ്ങനെ ഇളകുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആ പർവ്വതം പതുക്കെ താഴേക്ക് ഇങ്ങനെ താഴാൻ തുടങ്ങി. ഉടനെ തന്നെ മഹാവിഷ്ണു ആമയുടെ രൂപത്തിൽ അവതരിച്ച് ആ പർവ്വതത്തിൻ്റെ അടിയിൽ ചെന്നിരുന്ന് ആ പർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തി നിർത്തി. അതോടൊപ്പം തന്നെ അദൃശ്യമായ രൂപത്തിൽ, മറ്റാർക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ പർവ്വതത്തിൻ്റെ മുകളിലും വന്നിരുന്ന് അവിടെ നിന്നും താഴേക്ക് താഴ്ത്തി. അപ്പോൾ അങ്ങനെ പർവ്വതത്തിനെ കൃത്യമായ സ്ഥാനത്ത് അദ്ദേഹം മഹാവിഷ്ണു നിർത്തിക്കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ അതിങ്ങനെ കടയുവാൻ ആരംഭിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് വശത്തേക്കും. വാസുകി എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാളകൂട വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ കാളകൂട വിഷം അങ്ങ് പാമ്പ് ഛർദ്ദിച്ചപ്പോൾ കാളകൂട വിഷം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ നശിക്കും. ഭൂമിയിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. അത്ര ശക്തിയേറിയ വിഷമാണ്. ഉടനെ തന്നെ ശിവൻ ആ കാളകൂട വിഷം അങ്ങ് ഏറ്റുവാങ്ങി കുടിക്കും. അത് കുടിച്ച് ശിവൻ്റെ കഴുത്തിൽ ആ വിഷം കല്ലച്ച് കിടക്കും. അങ്ങനെ ശിവൻ്റെ കഴുത്തിന് നീല നിറം വന്നു. ശിവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. ആ സമുദ്രത്തിൽ നിന്ന് ഓരോരോ ദിവ്യവസ്തുക്കളായി ഉയർന്നു വരാൻ തുടങ്ങി. കാമധേനു, പാരിജാതം, അങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പോഴും ഇങ്ങനെ ഇവർ നോക്കിയിരിക്കുകയാണ്. ഇവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെയാണ് ഉയർന്നു വരുന്നത് എന്നിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ 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 ഇരിക്കുമ്പോൾ സുന്ദരികളായ അപ്സര സ്ത്രീകൾ പൊന്തി വന്നു. ചന്ദ്രൻ പൊന്തി വന്നു. ചന്ദ്രനെ ശിവൻ തൻ്റെ ജടയിൽ സ്വീകരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അമൃത കുംഭവുമായി സാക്ഷാൽ ധന്വന്തിരി മൂർത്തി ഉയർന്നു വന്നു. എല്ലാവർക്കും സന്തോഷമായി. കാരണം അത്ര നേരമായി കഷ്ടപ്പെടുകയല്ലേ, ആ കഷ്ടപ്പാടിന് ഒരു ഫലം കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷമായി. അതോടൊപ്പം തന്നെ കൈകളിൽ താമരപ്പൂവുമായി താമരപ്പൂവിലിരുന്നു കൊണ്ട് ലക്ഷ്മി ദേവിയും പ്രത്യക്ഷപ്പെട്ടു. ലക്ഷ്മി ദേവി വന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ലക്ഷ്മി ദേവിയെ സ്വീകരിക്കുകയാണ്. എന്താണ്? ഗന്ധർവന്മാർ പാട്ടുപാടുന്നു, അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കുന്നു, ഗംഗാനദി ഒഴുകി വരികയാണ് അതിലെ ലക്ഷ്മി ദേവിക്ക് കുളിക്കുവാനായിട്ട്. ബ്രഹ്മാവ് ലക്ഷ്മി ദേവിക്ക് വേണ്ട ആഭരണങ്ങൾ കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സർവ്വ ആഭരണ വിഭൂഷിതയായി ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ ഇടതുഭാഗത്ത് നിലയുറപ്പിച്ചു. അസുരന്മാർക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നി. കാരണം അവർക്ക് ലക്ഷ്മി ദേവിയെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായതാണ്. പക്ഷേ ലക്ഷ്മി ദേവി ചെന്ന് മഹാവിഷ്ണുവിനോട് ചേർന്ന് നിന്നു.
ആ സമയം കൊണ്ട് പക്ഷേ അസുരന്മാരെന്ത് ചെയ്തെന്നറിയോ? ധന്വന്തരി മൂർത്തിയുടെ കയ്യിൽ നിന്ന് ഈ അമൃതകുംഭം തട്ടിയെടുത്തുകൊണ്ട് അസുരലോകത്തേക്ക് ഓടിപ്പോയി. ദേവന്മാർക്ക് ആകെ വിഷമായി. കാരണം ഇത്രയും നേരം എന്തിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്തത്, ആ അമൃത് ഇപ്പോൾ അസുരന്മാർ കൈക്കലാക്കി. അസുരന്മാരെല്ലാവരും അമൃത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്കും മരണമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനകമായിരിക്കുമെന്ന് ദേവന്മാർക്കറിയാം. അവരെന്താ ചെയ്യുക എന്ന് ചോദിച്ച് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മഹാവിഷ്ണു പറയും, പേടിക്കണ്ട, ആ അമൃത് അവർ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അത് അവരിൽ നിന്ന് ഞാൻ തിരിച്ചെടുത്തു കൊള്ളാം, നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മഹാവിഷ്ണു സുന്ദരിയായ ഒരു മോഹിനി, ഒരു സ്ത്രീ രൂപം പൂണ്ട് അസുരന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവരാണെങ്കിലോ അവിടെ ഈ അമൃതം കൊണ്ട് ചെന്നിട്ട് പരസ്പരം വഴക്കാണ്. ആരാണ് വിളമ്പിയെടുക്കുക, ആരാണ് വിളമ്പി കൊടുക്കുക, നീ എടുത്താൽ നിനക്ക് കൂടുതലെടുക്കും, നിൻ്റെ വീട്ടുകാർക്ക് നീ കൂടുതൽ കൊടുക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ ശണ്ടകളായിട്ട് അവരിയ്ക്കണ നേരത്താണ് സുന്ദരിയായിട്ടുള്ള മോഹിനി അങ്ങോട്ട് ചെല്ലണത്. അപ്പോൾ ഇവരൊക്കെ ആരാ ഈ സുന്ദരിയായ സ്ത്രീ, ആരോ ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് അവർ ചോദിക്കും, നീ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ അവളെന്ത് പറയും, ഞാനേ ധന്വന്തരി മൂർത്തിയുടെ അനുജത്തിയാണ്, ഞാനും പാലാഴിയിൽ നിന്ന് പൊന്തി വന്നു, പക്ഷെ ഞാൻ വരുമ്പോഴേക്കും നിങ്ങളൊക്കെ ഈ അമൃതം കൊണ്ട് ഇങ്ങോട്ട് പോന്നിരുന്നു, എനിക്കിപ്പോൾ ആരും ഇല്ലാണ്ടായി, എനിക്ക് നല്ലൊരു ഭർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണെന്ന് പറയും. അപ്പോൾ അസുരന്മാരെന്ത് പറയും, നീ എന്നെ കല്യാണം കഴിച്ചോളൂ, ഞാൻ വളരെ കേമനാണെന്ന് ഒരാൾ പറയും. അപ്പോൾ അടുത്ത ആൾ പറയും, ഇല്ല, അവനേക്കാളും കേമൻ ഞാനാണ്. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു അസുരൻ എന്ത് പറയും, എന്തായാലും നീ വന്നതല്ലേ, നീ ഒരു കാര്യം ചെയ്യൂ, ഈ അമൃത് ഞങ്ങൾക്ക് തുല്യമായിട്ട് ഒന്ന് വിളമ്പി തരൂ എന്ന് ചോദിച്ചു. അവൾ പറയും, അതിനെന്താ, ഞാൻ വിളമ്പി തരാലോ, പക്ഷെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും കണ്ണടച്ചിരിക്കണം, ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അമൃത് വിളമ്പി ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആൾ ആരാണോ ആ ആൾ എനിക്കും അമൃത് വിളമ്പി തരണം, ഒടുവിൽ ആ ആളെ ഞാൻ കല്യാണവും കഴിക്കാമെന്ന് പറയും. അസുരന്മാർ പൊട്ടന്മാർ, അവർക്ക് ഈ സൂത്രം ഒന്നും മനസ്സിലായില്ല. എല്ലാവരും കണ്ണ് ഉറുക്കെ അടച്ചിരുന്നു, ആരും കണ്ണു തുറക്കണില്ല. കാരണം എന്താ, അവരുടെ വിചാരം ഞാൻ അവസാനം തുറന്ന് എനിക്ക് കല്യാണം കഴിക്കാമല്ലോ അവളെ എന്ന് കരുതി എല്ലാവരും കണ്ണടച്ചിരുന്നു. ആ നേരം കൊണ്ട് നമ്മുടെ മോഹിനി അമൃതകുംഭവുമായി ദേവന്മാരുടെ അടുത്ത് ചെന്ന് ദേവന്മാർക്ക് അമൃത് നൽകി. അസുരന്മാർ കുറേ നേരം കഴിയുമ്പോൾ പതുക്കെ ഓരോരുത്തർ തുറന്നു നോക്കി. അപ്പോഴാണ് അവർക്ക് അവരുടെ അമളി മനസ്സിലാക്കിയത്. അതിനകം തന്നെ ദേവന്മാർ അമൃത് കഴിക്കുകയും അവരുടെ ജരാതരകൾ മാറി അവർ പണ്ടത്തെ അവസ്ഥയിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചെത്തുകയും ചെയ്തു. ഇതാണ് പാലാഴി മഥനത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലോ? അപ്പോൾ ഇനി മറ്റൊരു കഥയുമായി പിന്നീടൊരു ദിവസം വരാം. നന്ദി.